മാമാഞ്ചി തീവണ്ടി തരാം. തീവണ്ടി മാമ വാങ്ങി തരാം. എപ്പോ? തരാം, വാങ്ങി തരാം. മാമ എടുക്കട്ടെ. മാമയുടെ ഇവിടത്തോട് ഇവിടെ മാമത്തോടെ കഴിച്ചു ജീവിച്ചു. മിസ്റ്റർ വാര്യർ, മിനിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞത്. വാട്ട് നോൺസെൻസ്! ഇതൊരു മെന്റൽ ഹോസ്പിറ്റലാണ്. 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ ഭ്രാന്തന്മാരുടെ നടുക്ക് നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ഉടനെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കണം, മനസ്സിലായോ? ഞാൻ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ തയ്യാറാണ്. അതാണ്. നോ, ദാറ്റ്സ് ഇംപോസിബിൾ. അമ്മ ജീവിച്ചിരിക്കെ അമ്മയുടെ അനുവാദം ഇല്ലാതെ സാധ്യമല്ല. മാഡം, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. പെറ്റമ്മ ജീവനോടിരിക്കാൻ നിങ്ങൾ എങ്ങനെ ആ കുഞ്ഞിനെ അനാഥയെന്ന് പ്രഖ്യാപിക്കും? എങ്ങനെ അനാഥാലയത്തിലേക്ക് പറഞ്ഞയക്കും? നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കണ്ട. ഇതാണോ കില്ലേരി? അല്ല, ഇതാണ് ആ കുഞ്ഞിന്റെ അമ്മ. ഞാൻ വിശദമായ റിപ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുക്കും. മനുഷ്യാവകാശ ലംഘനമാണിത്. വരൂ, എനിക്ക് ഹോസ്പിറ്റൽ മുഴുവൻ ഒന്ന് കാണണം. ഇവിടേക്ക് എന്താ വൃത്തിയില്ലാത്തത്? കണ്ടോ ഈ സെല്ലിന്റെ കോലം കണ്ടോ? ഇതെന്താ ഇവിടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്? ആ ഫയലിംഗ് ഇതാ. അതല്ലടോ, മറ്റേ ഫയൽ. കുളിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ ഇവരെ കുളിപ്പിക്കാത്തത്? എന്റെ കേസല്ല ഇത്. പിന്നെ ആരുടെയാ? ഡോക്ടർ വാര്യരുടെ കേസ്. എപ്പോ ചോദിച്ചാലും ഇവര് ബീഡ് തരുന്നില്ല. ഇവർക്കൊന്നും കൊടുക്കാറില്ല. മാഡം, ഇതാണ് ഡോക്ടർ വാര്യർ. ഡോക്ടർ വാര്യർ, എന്താ ഈ കേൾക്കുന്നതൊക്കെ? രോഗികൾക്ക് പുകവലി. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു. ഐ വിൽ ഷോ യു. മഴ തിറങ്ങുന്നു പറയല്ലേ? നോനപ്പേട്ട, ഓടി വാ. 10-ാം നമ്പറിനെ കാണുന്നില്ല. നോനപ്പേട്ട, എന്തുവാണ് അവിടെ? 10-ാം നമ്പർ കാണില്ല. ഞാൻ അവിടെ കാണില്ല. വാ വാ വാ. 10-ാം നമ്പറിനാണ്. 10-ാം നമ്പറിന് കർത്താവേ, എന്റെ പണി പോവുമല്ലോ. പോയി നോക്കണം, വായി നോക്കി നിൽക്കാതെ അവിടെ പോയി നോക്കാം. ഡോക്ടറെ, നിളയിലെ ഓളവും ഗംഗയിലെ തരംഗവും ഒരേ രാഗം വിസ്തരിക്കുന്നു. അത് മനസ്സിലായപ്പോൾ ദക്ഷിണേന്ത്യനും ഉത്തരേന്ത്യനും ഒന്നായി. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനിയും ഒന്നായി. ഞാനും ഡോക്ടറും ഒരേ താളത്തിലായി. സർ, അയാളെ കാണാനില്ല. ആരെ? അത് 10-ലെ സെല്ല് പൂട്ടിയിരുന്നു. പോയി നോക്കിയോ? അവിടെ ഇല്ലെന്നേ. പിന്നെ അവൻ എവിടെ പോയി? അവിടെ താഴെ നോക്കിയോ? ഇല്ല, അവിടെ നോക്കാം. അവിടെ കൂടെ നോക്കണോ? അവിടെ കൂടെ
നോക്കോ. ഒരാൾ താഴോട്ട് പോകും. എല്ലാരും കൂടി ഇവിടെ നിന്ന് കറങ്ങാതെ ഒരുത്തൻ താഴോട്ട് പോകും. ഞാൻ താഴോട്ട് പോ. കിട്ടിയിരുന്നേരം സർ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? രാമൻ രാഘവനെ പോലെ ക്രൂരനായ ഒരു കൊലയാളി അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഡോക്ടർ, കുറച്ച് ദിവസം മുമ്പ് ഒരു രോഗി, ഒരു യുവതി, അവരുടെ ഡെഡ് ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടി. അപ്പോ അതോ? എനിക്കറിയില്ല. അപ്പോ ഈ കുട്ടി? ഇവൾ ഇവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ മകളാണ്. ഇതിങ്ങനെ തുടർന്നാൽ എന്ത് സംഭവിക്കും? എനിക്കറിയില്ല. എല്ലാറ്റിനും അറിയില്ല എന്ന് പറഞ്ഞാൽ? Now stop this nonsense and please get lost. അല്ല ഞാൻ പറഞ്ഞത്. Please. മാനസിയെ സർക്കാർ അനാഥാലയത്തിലേക്ക് ഞാൻ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് എഴുതിയിട്ടും അതേ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ് ഈ തീരുമാനമെടുത്തത്. ഞങ്ങൾ 5 സ്ഥാപനം നടത്തുന്നുണ്ട്. എല്ലാം കൂടെ 1322 എണ്ണം. ഒന്നിനും ഇല്ല തന്തേം തള്ളേ. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, അച്ഛനും അമ്മയും. ഞങ്ങള് ഏഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനമാണ്. മാനസിയെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കുട്ടിയെ ഇപ്പൊ തന്നെ. അതാ ഞങ്ങള്. ഓ ശരി, ഞാൻ കുട്ടിയെ കൂട്ടിയിട്ട് വരാം. പ്ലീസ് വെയിറ്റ്. മാനസി, ഇവരാണ് മാനസിയെ കൊണ്ടുപോകുന്നത്. അറിയാം. ഒരു പുതിയ ഓർഡർ. ഒരു കുട്ടി കൂടി അനാഥയായി. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം, എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം. വേണ്ട മോളെ, നമുക്ക് ഒരുങ്ങിയിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എവിടേക്കാ പോണേ? ദൂരെ ദൂരെ. ഞങ്ങളുടെ കൂടെ ട്രെയിൻ കളിക്കണം. നമുക്ക് ഒരുങ്ങിയിട്ട് വരാം. പിടിച്ച്.